ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജനാർദ്ദനൻ മൂക്കുത്തല. ഇന്ന് ഒരു സന്തോഷ വാർത്ത അറിയിക്കാനുള്ളത്, എൻ്റെ 3000 അവർ വാച്ച് അവർ കഴിഞ്ഞു, ഹാഫ് മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട്. ആ ഒരു സന്തോഷ വാർത്ത കൂടെ നിങ്ങൾ അറിയിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കടലക്കറിയാണ്. പുട്ടിലേക്ക് അനുയോജ്യമായിട്ടുള്ളൊരു കടലക്കറിയുടെ റെസിപ്പി ഞാൻ വന്നിരിക്കുന്നത്. അതീവ രുചികരമായിട്ടുള്ളൊരു കടലക്കറിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കണ്ടിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക. സുന്ദരമായിട്ടുള്ള പുട്ടിലേക്കാണ് ഇതിൻ്റെ ഏറ്റവും നല്ല കോമ്പിനേഷൻ. ഞാനിന്ന് ചപ്പാത്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, പക്ഷേ ഇത് പുട്ടിൻ്റെ കൂടെ കഴിച്ചാൽ അപാര രുചിയായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നവരെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തി പോകാൻ മറക്കരുത് കേട്ടോ. ലൈക്കൊക്കെ വളരെ കുറവാണ്, എല്ലാവരും ലൈക്ക് ഇടാനും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ വീഡിയോയിലേക്ക് കടക്കാൻ പോവുകയാണ്. ആദ്യമായിട്ട് നമ്മൾ കടലക്കറിക്ക് വേണ്ട കടല ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 150 ഗ്രാം കടല ഞാൻ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചതാണ്. അത് വെള്ളത്തിലിട്ട് കുതിർന്നപ്പോൾ ഒരു കപ്പായി മാറി. അത് ഞാൻ കുക്കറിലേക്ക് ഇടുന്നു. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി, എന്ന് വെച്ചാൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. ഇനി ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒരു 3 വിസിൽ വരുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം. വെള്ളം കുറച്ച് കൂടുതൽ ഉള്ളത് നല്ലതാണ്, കാരണം നമുക്ക് കടലക്കറിക്ക് വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ പിന്നെ സെപ്പറേറ്റ് വെള്ളത്തിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ലല്ലോ. അപ്പോൾ അത് ഞാനൊരു 3 വിസിൽ വന്നപ്പോൾ ഇവിടെ മാറ്റി വെച്ചിട്ട് അതിൻ്റെ സ്റ്റീമെല്ലാം പോയതിന് ശേഷം ഞാൻ തുറക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്റ്റീമെല്ലാം പോയിട്ടുണ്ട്. ഞാൻ തുറന്നു നോക്കി. കടല ഇവിടെ നല്ല രീതിയിൽ വെന്തതായിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ വെന്തിരുന്നാലാണ് ഈ കടലയിലേക്ക് ശരിക്കും മസാല കയറുള്ളൂ. നല്ല രീതിയിൽ വേണം. ഇതുപോലെ നമ്മൾ കൈകൊണ്ട് ഞെരടിയാൽ കറക്റ്റായിട്ട് ഇങ്ങോട്ട് പോരണം. അപ്പോൾ നല്ല രീതിയിൽ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിനി നമുക്കവിടെ മാറ്റി വയ്ക്കാം. അടുത്ത സെക്ഷൻ നോക്കാം. ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വളരെ കുറച്ച് വെളിച്ചെണ്ണ, ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യമായിട്ട് അതിലേക്ക് ഇടുന്നത് കുറച്ച് പെരുംജീരകമാണ്. ശേഷം കുറച്ച് ഉള്ളി, വെളുത്തുള്ളി ഒരു 12 അല്ലിയുണ്ട്, ചെറിയ അല്ലിയാണ്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി 2-4 കഷ്ണങ്ങളാക്കി മുറിക്കിയതുണ്ട്, അതും ഞാൻ ഇതിലേക്ക് ഇട്ടു. പിന്നെ ഞാൻ ഒരേ ഒരു സവാള സ്ലൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും ഇതിലേക്ക് ഇടുന്നു. ഇത് നമുക്ക് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. കൂടുതൽ കുറച്ച് കറിവേപ്പില ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഏകദേശം നമ്മുടെ ഉള്ളി നല്ല രീതിയിൽ ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയൊക്കെ മതി, ഒരുപാട് അങ്ങോട്ട് ചുവന്ന കളറാവണ്ട. ഇതിലേക്ക് ഞാൻ മസാലപ്പൊടികൾ ചേർക്കുകയാണ്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഒരു 2.5 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ പിന്നെ ചേർത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഞാനൊരു 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ പച്ചമുളക് ചേർക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടി നിങ്ങളുടെ അടുത്തില്ലെങ്കിൽ ഒരു 1.25 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ടാൽ മതി കേട്ടോ. ഇത് ഞാൻ 2 ടീസ്പൂൺ ഇട്ടത് അത്ര വലിയ എരിവൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ടാണ് 2 ടീസ്പൂൺ ഇട്ടത്. അപ്പോൾ ഇത് നമ്മൾ നല്ല രീതിയിൽ ഒന്ന് പച്ചമണം പോകുന്നവർ വഴറ്റിയതിന് ശേഷം ഞാൻ തക്കാളി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഒരു തക്കാളിയാണിത്, വലിയ തക്കാളി. ചെറിയ തക്കാളിയാണെന്ന് വെച്ചാൽ 2 എടുത്തോളൂ. അതുകൂടെ ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് ഇനി ഈ തക്കാളി നമുക്കൊന്ന് നല്ല രീതിയിലൊന്ന് ഉടഞ്ഞ് ചേരുന്ന രീതിയിലൊന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് അങ്ങോട്ട് ഉടഞ്ഞ് പോകണ്ട, ഒരു മീഡിയം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമല്ലോ, അതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അത് ഏകദേശം ഇത്രയും കളർ ആയിട്ടുണ്ട്, അത് മതി. അത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. ഞാൻ ഇതിൻ്റെ കൂടെ ഒരു 1/4 മുറി നാളികേരം, 1/4 മുറി എന്ന് പറഞ്ഞാൽ 1 കപ്പ് നാളികേരം ഇതിൻ്റെ കൂടെ ഞാൻ വറുത്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോ കട്ടായി പോയി. അത് ഞാൻ അരച്ചെടുത്തിട്ട്, അപ്പോൾ അരച്ചെടുത്തിട്ട് ഞാൻ അത് വീണ്ടും നമ്മുടെ അതേ ചട്ടിയിലേക്ക് തന്നെ ഒഴിച്ചു. വെള്ളം അത്യാവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടാണ് ഞാൻ ചട്ടിയിലേക്ക് ഇട്ടത്. ചട്ടി കുറച്ച് ചൂടായപ്പോൾ ഞാനിതാ നമ്മുടെ കടല വേവിച്ചത് ഇതിലേക്ക് എടുത്തെടുത്തു. അപ്പോൾ നമ്മുടെ കടല വേവിച്ചത് ഇതിലേക്ക് എടുത്ത് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് ഗരം മസാല, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 6-7 മിനിറ്റ് നമുക്കിതൊന്ന് വേവിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. കാരണം ഈ ചെറിയ കടലയാണ്, അപ്പോൾ അതിൻ്റെ മസാലയും കടലയും കൂടിയിട്ടൊന്ന് ഒത്തുചേരാനുണ്ട്. അപ്പോൾ അതുവരെ നമുക്കിത് വേവിക്കണം. 6-7 മിനിറ്റോളം നമുക്ക് ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കടലക്കറി നല്ല രീതിയിൽ ഇവിടെ
കോമ്പിനേഷൻ കറക്റ്റായിട്ടുണ്ട്. കടലയും കടലക്കറിയും തമ്മിലാണ് ജോയിൻ്റ് ആയിട്ടുണ്ട് കേട്ടോ. അവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കടലക്കറി. ഇത് ഏറ്റവും അനുയോജ്യമായിട്ട് നമ്മുടെ പുട്ടിൻ്റെ കൂടെ കഴിക്കാനാണ് കേട്ടോ. പക്ഷേ ഞാനിന്ന് ചപ്പാത്തിയാണ് എൻ്റെ വീട്ടിൽ ഉണ്ടാക്കിയത്. അപ്പോൾ അതുകൊണ്ട് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ തീരുമാനിച്ചു. ഞാനിതിലേക്ക് കറിവേപ്പില ഇട്ടിട്ട് ഇത് ഓഫ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇന്നത്തെ കടലക്കറിയുടെ വിശേഷതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ കടലക്കറി ഇതേപോലെ ഉണ്ടാക്കി നോക്കുക. ഞാനതിൽ തേങ്ങ വറക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ല, അത് വീഡിയോ എടുക്കുമ്പോൾ മിസ്സായതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ വറക്കുന്നതിൻ്റെ കൂടെ ലാസ്റ്റ് ഒരു 2 മിനിറ്റ് ഇട്ട് വഴറ്റിയാൽ മതി. അതുകൂടെ വഴറ്റാൻ മറക്കരുത്. തേങ്ങ ഒരു 1/4 മുറി നാളികേരം മതി. ഒരുപാട് നാളികേരമായാൽ കറിയുടെ സ്ട്രക്ചർ മാറും. ഇപ്പോൾ കണ്ടില്ല, നമ്മുടെ കറിയുടെ കളറൊക്കെ നല്ല ഇരുണ്ട കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ആ ബെൽ ബട്ടണും പിന്നെ അതുപോലെ സബ്സ്ക്രൈബ് ബട്ടനൊക്കെ ഒന്ന് അമർത്തിയിട്ട് എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ ഒട്ടും മടിക്കരുത് കേട്ടോ. അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം.